കേരളത്തെ കീറിമുറിക്കാനുള്ള നീക്കവുമായി ഒരുപറ്റം ആളുകൾ മുറവിളി കൂട്ടുമ്പോൾ ആന്ധ്രാപ്രദേശിൽ സംഭവിച്ചത് ഇവിടെയും ആവർത്തിക്കുമോ എന്ന ആശങ്കയാണ് നിലവിലുയരുന്നത്. +1 വിദ്യാർത്ഥികളുടെ സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് മലപ്പുറം ജില്ലയൊട്ടാകെ അരങ്ങേറുന്നത്. മലപ്പുറം സ്കൂളുകളിൽ സീറ്റില്ലാത്ത വിഷയത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ പ്രത്യേക മലബാർ സംസ്ഥാനം വേണമെന്ന SYS നേതാവിന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നത്. ഈ പ്രസ്താവനയ്ക്കെതിരെ എതിർപ്പുമായി നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. കേരളത്തെ വെട്ടിമുറിക്കുക എന്ന ലക്ഷ്യവുമായി മുസ്ലിം ലീഗാണ് അണിയറയിൽ ചരട് വലിക്കുന്നതെന്നും എതിർപ്പുമായി രംഗത്തെത്തിയവർ സൂചിപ്പിക്കുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ ഭിന്നതയുടെ വേരുകൾ പടർത്തി കേരളത്തെ രണ്ടായി പകുക്കാനുള്ള ആദ്യ ചുവടാണോ ഈ പ്രസ്താവന എന്നതും സംശയിക്കേണ്ടവയാണ്. എന്താണ് മലബാറിൽ അരങ്ങേറുന്ന പ്രതിഷേധങ്ങളുടെ യാഥാർത്ഥ്യം? വടക്കൻ കേരളത്തിലെ മലബാർ മേഖലയിൽ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, പാലക്കാട് ജില്ലകളും സമീപ പ്രദേശങ്ങളുമാണ് ഉൾപ്പെടുന്നത്. മലപ്പുറത്ത് +1ലേക്ക് സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ജില്ലയിലൊട്ടാകെ വിദ്യാർത്ഥി സംഘടനകളുടെ ശക്തമായ പ്രതിഷേധം ഉയരുന്നുമുണ്ട്. ഭരണ പ്രതിപക്ഷങ്ങളുടെ അമിതമായ മുസ്ലിം പ്രീണനത്തിന്റെ അനന്തര ഫലമാണ് ഇത്തരം പ്രസ്താവനകളെന്നും കേരളം വിഭജിക്കാൻ നീക്കമുണ്ടായാൽ എന്ത് വില കൊടുത്തും BJP ചെറുത്തു നിൽക്കുമെന്നുമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറയുന്നത്. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ആവശ്യം സമസ്ത ഏറ്റെടുത്തിരിക്കുന്നു. ഇനി CPMന്റെയും കോൺഗ്രസിന്റെയും നിലപാട് കൂടി അറിഞ്ഞാൽ മതി. മതത്തിന്റെ പേരിൽ മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ തന്നെ ഇനി സംസ്ഥാനമാണ് ഇവർ ആവശ്യപ്പെടുകയെന്ന് ജനസംഘം മുന്നറിയിപ്പ് നൽകിയിരുന്നു. മുസ്ലിം ലീഗാണ് കേരളത്തെ വെട്ടിമുറിക്കാനുള്ള നീക്കങ്ങൾക്ക് അണിയറയിൽ ചരട് വലിക്കുന്നതെന്ന് വ്യക്തമാണ്. ഇന്ത്യ വിഭജനത്തിന് കാരണക്കാരായവരുടെ പാരമ്പര്യമാണ് മുസ്ലിം ലീഗ് ഇപ്പോഴും പറയുന്നത്. കേരളത്തിന് ഒരു മുസ്ലിം മുഖ്യമന്ത്രിയെ ലഭിക്കാനുള്ള സമ്മർദ്ദ തന്ത്രമാണോ ഇതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. മലബാറിനോടുള്ള മാറി മാറി ഭരിച്ച സർക്കാരുകളുടെ അവഗണനയ്ക്ക് മുസ്ലിം ലീഗും ഉത്തരവാദികളാണ്. UDF മന്ത്രിസഭയിൽ എല്ലാ കാലത്തും വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ലീഗായിരുന്നിട്ടും +1 സീറ്റിലെ കുറവ് പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മലബാർ അവഗണനയ്ക്കെതിരെയുള്ള സമരത്തിൽ മത അജണ്ട തിരുത്തിക്കയറ്റാൻ അനുവദിക്കില്ല. മതമൗലികവാദികളുടെ നീക്കങ്ങൾക്കെതിരെ എല്ലാവരും ജാഗ്രത കാണിക്കണമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യമായ നടപടി ലഭിക്കാത്തതും പ്രതിസന്ധികളുടെ ആക്കം കൂട്ടി. ഇതേ തുടർന്ന് വിദ്യാർത്ഥി സംഘടനകളുടെ സമരത്തെ പരിഹസിച്ചുള്ള മന്ത്രി V. ശിവൻകുട്ടിയുടെ ആരോപണം സമരക്കാരെ കൂടുതൽ പ്രകോപിപ്പിച്ചു എന്ന് വേണം പറയാൻ. കുറെ നാളായി സമരം ചെയ്യാതിരിക്കുകയല്ലേ, സമരം ചെയ്തൊന്ന് ഉഷാറായി വരട്ടെ എന്നായിരുന്നു മന്ത്രിയുടെ പരിഹാസം. തുടർന്ന് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷവും മലപ്പുറത്ത് 7478 സീറ്റുകളുടെ കുറവുണ്ടാകുമെന്നും ശിവൻകുട്ടി അറിയിച്ചിരുന്നു. എന്നാൽ പ്രതിഷേധക്കാർ സമരം കടുപ്പിച്ചതോടെ മന്ത്രി V. ശിവൻകുട്ടിക്ക് സംരക്ഷണം ഏർപ്പെടുത്തേണ്ട അവസ്ഥയിൽ വരെ കാര്യങ്ങളെത്തി. ഒരു ബാച്ചിൽ 30% വരെ അധിക സീറ്റുകൾ അനുവദിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. ഈ വർധന വിദ്യാഭ്യാസ നിലവാരത്തെ ബാധിക്കുമെന്ന് പരാതികൾ ഉയർന്നെങ്കിലും ആവശ്യപ്പെട്ടിടത്തെല്ലാം ഈ നാമമാത്രമായ സീറ്റ് വിഹിതവുമായി സർക്കാർ മുന്നോട്ട് പോയി. സർക്കാർ എയ്ഡഡ് മേഖലകളിൽ മതിയായ സീറ്റുകൾ ലഭ്യമായില്ലെങ്കിൽ അൺഎയ്ഡഡ് സ്കൂളുകളിൽ ചേരണമെന്ന സർക്കാർ നിർദ്ദേശത്തെക്കുറിച്ചുള്ള PK കുഞ്ഞാലിക്കുട്ടിയുടെ ചോദ്യത്തിന് മറുപടിയായി മലപ്പുറത്തെ 82,642 അപേക്ഷകരിൽ 17,298 പേർ മാത്രമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞു. അൺഎയ്ഡഡ് സ്കൂളുകളിലെ 11,185 സീറ്റുകളും ITI പോളിടെക്നിക് സീറ്റുകളും പരിഗണിച്ചാൽ സീറ്റ് കുറവില്ലെന്ന പതിവ് വാദവും അദ്ദേഹം നിരത്തി. ഇതേ തുടർന്ന് സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ സംസാരിക്കവെയാണ് സുന്നി യുവജന സംഘം നേതാവ് മുസ്തഫ മുണ്ടുപാറ പുതിയ വിവാദ പരാമർശവുമായി രംഗത്തെത്തിയത്. തെക്കൻ കേരളത്തിലും മലബാറിലെയും പോലെയുള്ള ഈ അനീതി കാണുമ്പോൾ പ്രത്യേക മലബാർ സംസ്ഥാനം വേണമെന്ന് ഏതെങ്കിലും ഭാഗത്തുനിന്ന് ആവശ്യമുയർന്നാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. മലബാറിലെ ജനങ്ങൾ തെക്കൻ സംസ്ഥാനങ്ങളുടേതിന് സമാനമായ നികുതിയാണ് നൽകുന്നതെങ്കിൽ മലബാർ സംസ്ഥാനം ഉണ്ടായാൽ രാജ്യത്ത് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തെക്കൻ കേരളവും മലബാറുകാരും ഒരേ നികുതിയാണ് നൽകുന്നതെന്നും ഒരേ സൗകര്യം ലഭിക്കണമെന്നും തന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ വിഭജനത്തിലേക്ക് വഴിവെക്കുമോ എന്നത് കണ്ടു തന്നെ അറിയണം.